വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. CPM ബ്രാഞ്ച് സെക്രട്ടറി കെ യോഗേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൂത്ത് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. CPIM പ്രവർത്തകർ മേശയിട്ടിരിക്കുന്നതിന് സമീപം കോൺഗ്രസ് പ്രവർത്തകർ മേശ കൊണ്ടുവന്നിടാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. യോഗേഷ് ടേബിൾ ചവിട്ടി തെറിപ്പിച്ചപ്പോൾ അജു നെല്ലുവായുടെ ബൈക്കിൽ ടേബിൾ തട്ടിയതിനെ തുടർന്ന് അജു യോഗേഷിനെ മർദ്ദിച്ചു. തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടായി. ഇതിനുശേഷം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ കോൺഗ്രസ് CPIM നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടാകുകയും ചെയ്തു. തുടർന്ന് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിക്കുകയും പരാതി നൽകുന്നതിന് തീരുമാനമാവുകയും ചെയ്തു. പിന്നെ അവിടെ നമ്മളെ 2 ബൂത്ത് നമ്മുടെ 18-19 ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു കസര കൊണ്ടിട്ടതാണ്. അപ്പം ഞാൻ ആ റാബലേട്ടനോട് മര്യാദയ്ക്കും അവിടെ ഇട്ടല്ലേ റാബലേട്ടാ അപ്പുറത്ത് മാറ്റിയിടുന്നു പറഞ്ഞു. അപ്പോൾ വെല്ലുവിളിച്ചിട്ട് പിന്നെ അജുനെ വിളിച്ചിട്ട് അജും കൂടിയിട്ടാണ് വന്നിട്ട് അടിച്ചു. 2 പേരും കൂടി. തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വാർത്തയെത്തുന്നത്. തൃശൂർ എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. CPM ബ്രാഞ്ച് സെക്രട്ടറി കെ യോഗേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് എന്നിവർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ബൂത്ത് കെട്ടുന്നതിനെ ചൊല്ലുള്ള വാക്കേറ്റമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിൽ കലാശിച്ചത്. 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. CPIM പ്രവർത്തകർ മേശയിട്ടിരിക്കുന്നതിന് സമീപം കോൺഗ്രസ് പ്രവർത്തകർ മേശ കൊണ്ടുവന്നിടാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. യോഗേഷ് ടേബിൾ ചവിട്ടി തെറിപ്പിച്ചപ്പോൾ അജു നെല്ലുവായുടെ ബൈക്കിൽ ടേബിൾ തട്ടിയതിനെ തുടർന്ന് അജു യോഗേഷിനെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടാകുകയും ചെയ്തു. ഇതിനുശേഷം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ കോൺഗ്രസ് CPIM നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുകയും ചെയ്തു. തുടർന്ന് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കുകയും പരാതി നൽകുന്നതിന് തീരുമാനമൊക്കെ ആക്കുകയും ചെയ്തത്. ജനാധിപത്യം, മതേതരത്വം